നമ്മൾ ലെസൺ നോക്കൂ, സർക്കിൾസ് എന്നാണ് അല്ലേ. നമ്മൾ സർക്കിൾസിൽ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് അളവൊന്നുമില്ല, എന്നുവെച്ചാൽ റേഡിയസിൻ്റെ ഇതോ ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണ് ചെയ്യുക? ജസ്റ്റ് ഒരു കോമ്പസ് അല്ലേ, അതിന് വേണ്ടിയിട്ട് ജോമെട്രി ബോക്സിലെ കോമ്പസ് നമ്മൾ യൂസ് ചെയ്യും. കോമ്പസ് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഡോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ ഡോട്ട് അനക്കാതെ ചുറ്റുപാടും ഇങ്ങനെ വരയ്ക്കുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മളിങ്ങനെ വരയ്ക്കുന്ന സർക്കിളിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് ഡോട്ട് ഇതാണെന്ന് അറിയാം, അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത് ഇതാണെന്നറിയാം. നമ്മൾ ഈ ലെസണിൽ ഫസ്റ്റ് പറയുന്ന ഭാഗം എന്ന് പറയുന്നത് സെൻറ്റർ, ഒരു സർക്കിളിൻ്റെ സെൻറ്റർ നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഓക്കെ. അതല്ലാതെ ഡെയിലി ലൈഫിൽ നമ്മൾ സർക്കിൾ ഷേപ്പിലുള്ള എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? CD, ബാങ്കിൾസ്, അങ്ങനെ പല സാധനങ്ങളും നമ്മൾ സർക്കിൾ ഷേപ്പിൽ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഏതെങ്കിലും ഒരു സാധനം വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ബാങ്കിൾ വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് സർക്കിൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? അതിൻ്റെ സെൻറ്റർ ഏതാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ സെൻറ്റർ ഏതാണെന്ന് കണ്ടെത്താൻ എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യണമെന്നാണ് ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. നോക്കൂ, അപ്പോൾ കോമ്പസ് വെച്ച് വരച്ചപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു സെൻറ്റർ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഈ പാർട്ട് അല്ലേ, ഈ പാർട്ടിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻറ്റർ ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള സർക്കിൾസിൻ്റെ ബേസിക് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ സെൻറ്ററിൽ നിന്ന് സർക്കിളിൻ്റെ ഏതൊരു പോയിന്റിലേക്ക് വരയ്ക്കുകയാണെങ്കിലും അതിനെ, ഈ സെൻറ്ററിൽ നിന്ന് സർക്കിളിൻ്റെ ഏത് പോയിന്റിലേക്ക് വരയ്ക്കുകയാണെങ്കിലും ഈ ലൈനിനെ എന്തെന്നാ പറയുക? റേഡിയസ് എന്ന് പറയുന്നു അല്ലേ, റേഡിയസ്. ശരിയല്ലേ? ഇനി ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്ന ഭാഗം റേഡിയസ് ആണെങ്കിൽ ഇങ്ങനെ വരയ്ക്കുന്നത് എന്താ? രണ്ട് ഭാഗങ്ങൾ ടച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ, സർക്കിളിലെ രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്തുകൊണ്ട് വരച്ചിട്ടുള്ള ഒരു ലൈനാണിത്. പക്ഷേ എന്തല്ല, സെൻറ്ററിലൂടെയല്ല പാസ് ചെയ്ത് പോയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ എന്തെന്ന് വിളിക്കുക? കോഡ് അല്ലേ, കോഡ്. ഇനി ഇതേ കോഡ് സെൻറ്ററിലൂടെ പാസ് ചെയ്ത് പോകുന്നതാണെങ്കിലോ, ഇങ്ങനെ ഇതുപോലെ സെൻറ്ററിലൂടെ പാസ് ചെയ്ത് പോകുന്ന, സെൻറ്റർ പോയിന്റിലൂടെ പാസ് ചെയ്ത് സർക്കിളിലെ രണ്ട് പോയിന്റ്സ് ടച്ച് ചെയ്യുന്ന ഭാഗമാണല്ലോ, ടച്ച് ചെയ്യുന്ന ലൈനാണെങ്കിലോ അതിനെ നമ്മൾ ഡയമീറ്റർ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ലാർജസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ കോഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സർക്കിളിലെ ഏറ്റവും ലെങ്ത് ഉള്ള കോഡാണ് ഡയമീറ്റർ എന്ന് മനസ്സിലായി. ശരിയല്ലേ? ഇനി അതേപോലെ ഈ റേഡിയസ് പോലെ അല്ലെങ്കിൽ ഈ ഒരു ഡയമീറ്റർ പോലെ നമുക്ക് എത്ര ഡയമീറ്റേഴ്സ് വേണമെങ്കിലും അല്ലേ, ഇൻഫൈനൈറ്റ് പോയിന്റ്സ്, ഈ സർക്കിളിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസുള്ള ഇൻഫൈനൈറ്റ് പോയിന്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സർക്കിൾ ഷേപ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടുന്ന് എത്ര റേഡിയസ് വേണമെങ്കിലും നമുക്ക് ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള റേഡിയസ് നമുക്ക് വരയ്ക്കാനായിട്ട് കഴിയും. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇനി നമ്മൾ ഒരു സെൻറ്റർ ഓഫ് ദ സർക്കിൾ കണ്ടെത്തണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്നറിയോ? ഇതുപോലെ ഒരു കോഡ് വരയ്ക്കുന്നു, ജസ്റ്റ് രണ്ട് കോഡ് വരയ്ക്കുന്നു. ഈ കോഡിൽ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ, ഈ കോഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻസ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കാൻ എന്താ ചെയ്യുക? ഈ പോയിന്റിൽ നിന്ന് ജസ്റ്റ് അളവൊന്നും ഇല്ലാതെ തന്നെ ഒരു മെഷർമെൻ്റ് എടുത്തിട്ട് നമ്മളൊരു ആർക്ക് കട്ട് ചെയ്യുന്നു അല്ലേ. സെയിം മെഷർമെൻറ്റിന് ഈ പോയിന്റിൽ നിന്ന് മാർക്ക് കട്ട് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഈ ജോയിൻ ചെയ്ത് വന്ന ഭാഗമാണ് എന്ത്? പെർപെൻഡിക്കുലർ വരയ്ക്കേണ്ടത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഒരു എണ്ണം മാത്രം ആകുമ്പോൾ കറക്റ്റായി കിട്ടിയില്ലെങ്കിലോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി വരയ്ക്കുക, ഒരു ആർക്ക് കൂടി വരയ്ക്കുക. ജസ്റ്റ് ഒന്ന് മെഷർമെൻറ്റ് കൂട്ടുക കുറയ്ക്കുക എന്തെങ്കിലും ചെയ്തിട്ട് ഒരാർക്ക് കൂടി കട്ട് ചെയ്യുക. സെയിം മെഷർമെൻറ്റിൽ ഈ സൈഡിൽ നിന്ന് മാർക്ക് കട്ട് ചെയ്യുക അല്ലേ. ഇപ്പോൾ ഒരു പോയിന്റ് കിട്ടി. നോക്കൂ, ഈ രണ്ട് പോയിൻറ്റ്സും സർക്കിളിൻ്റെ സെൻറ്റർ അല്ല കിട്ടിയിട്ടുള്ളത് അല്ലേ. ഇതിലൂടെ വരച്ചു കഴിഞ്ഞാൽ ഈ കോഡിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ കിട്ടുമെന്നല്ലാതെ നമുക്ക് എന്ത് കിട്ടില്ല? കോഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനാണ് സെൻറ്ററിലൂടെ പാസ് ചെയ്യും. പക്ഷെ എന്തല്ല, സെൻറ്റർ ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത് കൃത്യമായി കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കിട്ടാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ലെസണിൽ കൂടുതലായിട്ട് നോക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു, ബാങ്കിൾ വെച്ച് വരയ്ക്കുന്ന ഒരു സർക്കിളിൽ എന്ത് കാണാൻ പറ്റുന്നില്ല? സർക്കിളിൻ്റെ സെൻറ്റർ ഏതാണെന്ന് നമുക്ക് അറിയുന്നില്ല അല്ലേ. അപ്പോൾ നമ്മൾ സർക്കിളിൻ്റെ സെൻറ്റർ കണ്ടെത്താൻ വേണ്ടിയിട്ട് നോക്കൂ, രണ്ട് പോയിൻറ്റ്സ് ഇട്ടിരിക്കുകയാണ് ഈ സർക്കിളിൽ. ഈ രണ്ട് പോയിൻറ്റ്സിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ആർക്ക് വരച്ചിട്ടുണ്ട് അല്ലേ. ഒരു പ്രത്യേക ഡിസ്റ്റൻസിൽ കോമ്പസ് യൂസ് ചെയ്ത് ഈ പോയിന്റിൽ നിന്ന് ഒരു ആർക്ക് കട്ട് ചെയ്തു, അതേ ഡിസ്റ്റൻസിൽ തന്നെ ഈ പോയിന്റിൽ നിന്നും ഒരു ആർക്ക് കട്ട് ചെയ്തു. അപ്പോൾ നമുക്കൊരു പോയിന്റ് കിട്ടി, പക്ഷെ അതെന്തല്ല, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, സർക്കിളിൻ്റെ സെൻറ്റർ അല്ല. അതുപോലെ തന്നെ കുറച്ച് ഡിസ്റ്റൻസ്, ഇത് നോക്കൂ, ഡിസ്റ്റൻസ് ഒരുപാടാണെന്ന് മനസ്സിലായി. അപ്പോൾ ഡിസ്റ്റൻസ് കുറച്ചു,
ഈ ലെങ്ത്ത് കുറച്ചുകൊണ്ട് അടുത്തൊരു ആർക്ക് കട്ട് ചെയ്തു. അപ്പോൾ എന്താ മനസ്സിലായത്? അവിടെയും സെൻറ്റർ ഓഫ് ദി സർക്കിളിൽ നിന്ന് കൂടുതലാണ്, മുകളിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം? സൈഡ് കുറച്ചിട്ട് എന്ന് വെച്ചാൽ ലെങ്ത്ത് കുറച്ചുകൊണ്ട് ആർക്ക് കട്ട് ചെയ്യണമെന്ന് മനസ്സിലായി. അങ്ങനെ അവർ വരച്ച 3 ആർക്കും അതിൻ്റെ പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ട്രയാങ്കിൾസാണിത്. കണ്ടില്ലേ? ഇതെന്താണ് മനസ്സിലായത്? ഇതിന്ന് ഇങ്ങനെ ഒരു ലൈൻ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ഇതെല്ലാം ഈ 3 ലൈൻസും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ എന്തെന്നാണ് കിട്ടുക? ഒരു ഡയമീറ്റർ അല്ലെങ്കിൽ ഒരു ലൈൻ ഇതിലൂടെ സെൻറ്റർ ഓഫ് ദി സർക്കിളിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനാണ് കിട്ടുക അല്ലേ? ഇത് ഈ പിങ്ക് കളറിൽ കാണിച്ചിട്ടുള്ളതാണ്. എന്താണത്? സെൻറ്റർ ഓഫ് ദി സർക്കിളിലൂടെ പാസ് ചെയ്യുന്നു. ഇതിൽ എവിടെയോ ആണ് സെൻറ്റർ അല്ലേ? ഈ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഈ ലൈനിൽ ഏതോ ഒരു പോയിൻ്റാണ്. പക്ഷേ ഇതിൽ ഈ കിട്ടിയിട്ടുള്ള 3 പോയിൻറ്റ്സും എന്തല്ല? സെൻറ്റർ ഓഫ് ദി സർക്കിൾ അല്ല. അപ്പോൾ അത് വരയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്തു? ഇതിൽ ഇപ്പം നമുക്ക് മനസ്സിലായതോ ഇതിൽ സെൻറ്റർ ഓഫ് ദി സർക്കിൾ ഉണ്ട്. അപ്പോൾ ഇനി ഒരു കോഡ് കൂടി വരച്ചിട്ട് ഇതുപോലെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നോക്കൂ, രണ്ടാമത്തേൽ വീണ്ടും ഇതാദ്യം നമ്മൾ വരച്ച കോഡാണ് ഈ ലൈൻ ഫോം ചെയ്തത് അല്ലേ? രണ്ടാമതൊരു കോഡ് വരച്ചു. അതിലും ഇതുപോലെ നമ്മളൊരു പ്രത്യേക ഡിസ്റ്റൻസ് വെച്ച് എന്ത് ചെയ്തു? ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണ് ചെയ്തത്. പെർപെൻഡിക്കുലർ ലൈൻ വരച്ച് കഴിയുമ്പോൾ നോക്കൂ, ഇതിലെ ഈ പെർപെൻഡിക്കുലർ ലൈൻ്റെയും ഈ പെർപെൻഡിക്കുലർ ലൈനും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്ത് വരുന്ന ഒരു പോയിൻ്റ് കണ്ടോ? ഒരു ബ്ലൂ ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. ആ ബ്ലൂ ഡോട്ടാണെന്ത്? അല്ലെങ്കിൽ ആ ഡോട്ട് ഇപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്ത് വരുന്ന 2 പെർപെൻഡിക്കുലർ ലൈൻസും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോയിൻ്റ് ആണെന്ത്? സെൻറ്റർ ഓഫ് ദ സർക്കിൾ. അപ്പോൾ സെൻറ്റർ ഓഫ് ദ സർക്കിൾ കണ്ടെത്താൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 2 കോഡ്സ് വരച്ചുകൊണ്ട് അതിൻ്റെ 2 കോഡ്സിൻ്റെ ആ 2 കോഡ്സിൻ്റെയും പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെൻറ്റർ ഓഫ് ദ സർക്കിൾ കിട്ടും. അപ്പോൾ നമുക്ക് പറയുന്ന പോയിൻ്റ് എന്താണ്? The perpendicular bisector of the line joining any 2 points on a circle passes through the center of the circle. ഏതെങ്കിലും ഒരു 2 പോയിൻ്റ് സർക്കിളിലെ ഏതെങ്കിലും 2 പോയിൻറ്റ്സ് യൂസ് ചെയ്ത് വരച്ചിട്ടുള്ള കോഡിൽ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുമ്പോൾ അത് ഏതിലൂടെ പാസ് ചെയ്ത് പോകുന്നു എന്നാണ് പറയുന്നത്? സെൻറ്റർ ഓഫ് ദ സർക്കിൾ, സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്ത് പോകുന്നു. ക്ലിയർ അല്ലേ? ഇനി അടുത്ത പോയിന്റ് പറയുന്നത് നോക്കൂ, the perpendicular bisector of any chord of a circle passes through its center. ഇത് തന്നെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നത്. ഒരു കോഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നത് ഏതിലൂടെ കടന്നു പോകുന്നു? ഏതൊരു കോഡിൻ്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ദ സർക്കിൾ, സർക്കിളിൻ്റെ സെൻറ്ററിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, ഈ 2 പോയിൻ്റ് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത് എന്താ പറയണേന്ന് നോക്കാം. നമുക്ക് അറിയാം, നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഒരു ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് കഴിഞ്ഞാൽ ആ ലൈനിനെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു സർക്കിളിലെ കോഡിൽ നിന്ന് ഒരു കണ്ടീഷൻ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മളോട് പറയുന്ന അടുത്ത പോയിൻ്റ് എന്താണ്? ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ടു എ കോഡ് ബൈസെക്ട്സ് ദ കോഡ്. എന്ത് ചെയ്യുന്നു? പെർപെൻഡിക്കുലർ സെൻറ്റർ ഓഫ് ദ പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു കോഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ത് ചെയ്യുന്നു? ആ കോഡിനെ ബൈസെക്റ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ 2ആയി ഡിവൈഡ് ചെയ്യുന്നു. തിരിച്ചെന്താ പറയുന്നത്? ദ ലൈൻ ജോയിനിങ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് ദ മിഡ് പോയിൻ്റ് ഓഫ് ദ കോഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ കോഡ്. എന്താണ്? കോഡിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് സെൻറ്ററിൻ്റെ പോയിന്റിലേക്ക് വരയ്ക്കുന്ന ആ ലൈൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? പെർപെൻഡിക്കുലർ, കോഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ടു എ കോഡ് ബൈസെക്ട്സ് ദ കോഡ്. എന്ത് ചെയ്യുന്നു? പെർപെൻഡിക്കുലർ സെൻറ്റർ ഓഫ് ദ പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു കോഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ത് ചെയ്യുന്നു? ആ കോഡിനെ ബൈസെക്റ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ 2ആയി ഡിവൈഡ് ചെയ്യുന്നു. തിരിച്ചെന്താ പറയുന്നത്? ദ ലൈൻ ജോയിനിങ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് ദ മിഡ് പോയിൻ്റ് ഓഫ് ദ കോഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ കോഡ്. എന്താണ്? കോഡിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് സെൻറ്ററിൻ്റെ പോയിന്റിലേക്ക് വരയ്ക്കുന്ന ആ ലൈൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? പെർപെൻഡിക്കുലർ, കോഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതാണ് 2 കണ്ടീഷൻസ് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കിയേ. Prove that the line joining the centers of 2 intersecting circles is the perpendicular bisector of the line joining the points of intersection. നോക്കൂ, prove that the line joining the centers of the 2 intersecting
സർക്കിൾ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ നമ്മുടെ പിക്ചറിൽ. അതിൽ ആ പോയിന്റ് ജോയിൻറ്റ് ഇൻ്റർസെക്റ്റ് ചെയ്ത ആ പോയിന്റിലൂടെ വരയ്ക്കുന്ന ലൈനില്ലേ, അത് എന്ത് ചെയ്യണമെന്ന് പറയണേ, അതെന്താണെന്ന് പ്രൂവ് ചെയ്യണം. ഈ രണ്ട് സർക്കിൾസിൻ്റെയും ജോയിൻസിനെ ചേർത്ത് വരച്ചിട്ടുള്ള ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക നോക്കൂ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് എന്താ ചെയ്തിട്ടുള്ളത് നോക്കൂ. നമ്മുടെ കയ്യിലുള്ള ഇൻ്റർസെക്ഷൻസും അതുപോലെ സർക്കിളിൻ്റെ മിഡ് പോയിൻറ്റ്സും, വലിയ സർക്കിളിൻ്റെ മിഡ് പോയിൻറ്റിനെ സെൻറ്റർ പോയിൻറ്റിനെ നമ്മൾ എന്ത് പേരിട്ടു, എ എന്ന് പേരിട്ടിരിക്കുന്നു. ദെൻ ചെറിയ സർക്കിളിൻ്റെ അല്ലേ, സ്മോൾ സർക്കിളിൻ്റെ സെൻറ്റർ പോയിൻറ്റിൻ്റെ മിഡ് പോയിൻറ്റിനെ നമുക്ക് ബി എന്ന് പേരിട്ട് കൊടുത്തു. അതുപോലെ തന്നെ സർക്കിൾസിൻ്റെ ഇൻ്റർസെക്ഷനിൽ മേൽഭാഗത്തിന് സി എന്നും താഴെ ഡി എന്നും പേരിട്ടു. അതുപോലെ ആ രണ്ട് ലൈൻസും എന്ന് വെച്ചാൽ സെൻറ്റർ പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വരയും ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റിൽ വരച്ച ലൈനും കൂടിയിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഭാഗത്തിന് ഇ എന്നും പേരിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങൾ ഏതൊക്കെയാണ്, എ സി ഈക്വൽ ടു എ ഡി ആണ് അല്ലേ. എ സി ഈക്വൽ ടു എ ഡി ആണ്. എന്താ കാരണം, അത് രണ്ടും ഈ എ സിയും ഈ എ ഡിയും സെയിം ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ കാരണം, വലിയ സർക്കിളിൻ്റെ റേഡിയസ് ആണ് അല്ലേ. ഇപ്പോൾ റേഡിയസ് ആകുമ്പോൾ എന്താണ്, രണ്ടും സെയിം ലെങ്ത് ആയിരിക്കും. അതേപോലെ ചെറിയ സർക്കിളിൻ്റെ റേഡിയസ് ആണ് ഏതൊക്കെ, ബി സിയും ബി ഡിയും. ഓക്കെ, അപ്പോൾ വലിയ സർക്കിളിൻ്റെ ചെറിയ സർക്കിളിൻ്റെ റേഡിയസുകൾ കിട്ടി. അതാണ് രണ്ട് സൈഡ്സ് വന്നിട്ടുള്ളത് അല്ലേ. ഇനി ബാക്കി രണ്ട് സൈഡ്സ് ഏതൊക്കെയാണ്, സി ഇ ആൻഡ് ഇ ഡി ആണ്. സി ഇയും ഇ ഡിയും അത് രണ്ടും എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, സി ഇ ആൻഡ് എ ഡി. എ ഇ ഈക്വൽ ടു എ ഇ കോമൺ സൈഡാണ് അല്ലേ. എ ഇ എന്ന് പറയുന്നത് ഈ മേലത്തെ ട്രയാങ്കിളിനും താഴത്തെ ട്രയാങ്കിളിനും എന്താണ്, കോമൺ സൈഡാണ്. അതുപോലെ തന്നെ ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു ട്രയാങ്കിൾ എ ബി ഡി ആണ്. എ ബി സി ഈക്വൽ ടു ട്രയാങ്കിൾ എ ബി ഡി ആണ്. ക്ലിയർ ആണോ? മേലത്തെ വലിയ ട്രയാങ്കിളും താഴത്തെ വലിയ ട്രയാങ്കിളും ആണ് ഉദ്ദേശിക്കുന്നത്. ഇതവിടെ ട്രയാങ്കിൾ എ ബി ഡി ഇസ് ഈക്വൽ ടു എ ബി സി ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അത് നമുക്കറിയാലോ. എന്താ കാരണം, രണ്ടെണ്ണം ഇവിടെ രണ്ട് സൈഡ്സും ഈക്വൽ ആണ്, ഇവിടെ രണ്ട് സൈഡ്സും ഈക്വൽ ആണ്. പിന്നീട് വരുന്ന മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് അല്ലേ, ഇത് എന്താണ്, സെയിം ആണ്. സെയിം അല്ലെങ്കിൽ കോമൺ ലെങ്ത് ആണ്, കോമൺ സൈഡാണ്. അതുകൊണ്ട് എന്തായിരിക്കും, ഈ രണ്ട് ട്രയാങ്കിൾസും എന്താണ്, ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ ഇൻ ഈക്വൽ ട്രയാങ്കിൾസ് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ഓപ്പോസിറ്റുള്ള ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അത് നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. ഈക്വൽ ട്രയാങ്കിൾസിൽ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനർത്ഥം ഇത് രണ്ടും ഈക്വൽ സൈഡ് അല്ലേ. അപ്പോൾ ഈ രണ്ടും സൈഡ്സിനും ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ ഏതാ, ഇത്. മനസ്സിലായോ? എ ബി സി എന്ന ട്രയാങ്കിളിലെ എയും എ ഡി ബി എന്ന ട്രയാങ്കിളിലെ എയും ഈക്വൽ ആണെന്ന് അർത്ഥം. ക്ലിയർ അല്ലേ? അതുപോലെ ഈ സൈഡും കോമൺ ഈക്വൽ ആയതുകൊണ്ട് ഈ ആംഗിൾ എ ബി സി എന്ന ട്രയാങ്കിളിലെ ബിയും എ ബി ഡി എന്ന ട്രയാങ്കിളിലെ ബിയും എന്താണ്, ഈക്വൽ ആണ്. ഓക്കെ, അനദർ സൈഡ് തന്നെ ആയിരിക്കും. അപ്പോൾ സിയും ഡിയും എന്തായിരിക്കും, ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. കാരണം ഇപ്പോൾ 180 രണ്ടും 90 ഡിഗ്രിയാണ്. രണ്ടും കൂടി ആഡ് ചെയ്താൽ 90 ഡിഗ്രിയാണ് കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ, ബാക്കി 90 ഡിഗ്രിയാണ് ഈ സിയിലും ബിയിലും ഉള്ളത് അല്ലേ. അപ്പോൾ ഈക്വൽ ട്രയാങ്കിൾസിൽ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി എന്താ പറയുന്നത്, സോ ആംഗിൾ സി എ ഇ ഈക്വൽ ടു ആംഗിൾ ഡി എ ഇ ആണ്. അതുകൊണ്ട് അതിൻ്റെ ആംഗിൾസ് എന്തായെന്ന് മനസ്സിലായി. നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. ആംഗിൾസ് എന്താണ്, സി എ ഇ ഈക്വൽ ടു ഡി എ ഇ ആണ്. കൺസിഡർ ട്രയാങ്കിൾ, അതിനെ ഒരു ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സി എ ഇ ഈക്വൽ ടു ഇ എ ഡി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ സി ഈക്വൽ ടു എ ഡി നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. എ സി എ ഡി റേഡിയസ് ആണ്, എ ഇ കോമൺ സൈഡാണ്. അപ്പോൾ അടുത്ത രണ്ട് ട്രയാങ്കിൾസും ഈ സൈഡ് എന്ന് വെച്ചാൽ റൈറ്റ് സൈഡ് വന്നിട്ടുണ്ടായിരുന്ന ചെറിയ രണ്ട് ട്രയാങ്കിൾസും എന്ത് തന്നെയാണ്, 2 സൈഡ്സ് കോമൺ ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്താണ്, അത് ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. സോ അതിൻ്റെ സൈഡ്സും എന്തായിട്ട് വന്നു,
ഈക്വൽ ആയിട്ട് വന്നു. സി ഇ ഈക്വൽ ടു ഡി ഇ ആണ് ഫസ്റ്റ് വൺ. ഇൻ ഈക്വൽ ട്രയാങ്കിൾസ് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. സോ ആംഗിൾ എ ഇ സി ഈക്വൽ ടു ആംഗിൾ എ ഇ ഡി. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അത് പെർപെൻഡിക്കുലർ ആണ്, അല്ലെങ്കിൽ 90 ഡിഗ്രി ആണെന്ന് വരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആംഗിൾ എ ഇ സി പ്ലസ് ആംഗിൾ എ ഇ ഡി എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെന്ന് മനസ്സിലായി. ഇപ്പോൾ ഈ ട്രയാങ്കിൾ ഫോം ചെയ്തതെന്ന് കിട്ടിയ ആംഗിൾസിൻ്റെ മെഷർമെൻറ്റ്സ് വെച്ച് നമുക്ക് എന്ത് മനസ്സിലായി? ആംഗിൾ എ ഇ സി പ്ലസ് ആംഗിൾ എ ഇ ഡി ഈക്വൽ ടു 180 ഡിഗ്രി ആണെന്ന് മനസ്സിലായി. അപ്പോൾ അത് ലീനിയർ പെയർ ആണെങ്കിൽ ആംഗിൾ എ ഇ സി ഈക്വൽ ടു ആംഗിൾ എ ഇ ഡി, ആംഗിൾ എ ഇ സിയും ആംഗിൾ എ ഇ ഡിയും എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. എന്നാൽ മാത്രമേ എന്താവുന്നുള്ളൂ? അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടുന്നുള്ളൂ. ഫ്രം ഇക്വേഷൻ 1 and 2 ഈ കിട്ടിയിട്ടുള്ള ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലായി? ദ ലൈൻ ജോയിനിങ് ദ സെൻറ്റേഴ്സ് ഓഫ് ദ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ബൈ സൈഡ്. 90 ഡിഗ്രി ആണെന്ന് മനസ്സിലായി. സോ 90 ഡിഗ്രി ആണെങ്കിൽ എന്താണ്? പെർപെൻഡിക്കുലർ കോഡാണെന്ന് ക്ലിയർ ആയി. ഓക്കെ. Second question. The picture on the right shows two circles centered on the same point and a line intersecting them. Prove that the parts of the line between the circles on either side are equal. എന്താ പറയുന്നത്? പിക്ചർ തന്നിട്ടുള്ള എന്താണ്? ഓൺ ദ റൈറ്റ് ഷോസ് ടു സർക്കിൾസ്, രണ്ട് സർക്കിൾസ് തന്നിട്ടുണ്ട് അല്ലേ? സെൻറ്റേർഡ് ഓൺ ദ സെയിം, ഒരേ സെൻറ്ററാണ്. എന്തേ വ്യത്യാസമുള്ളൂ? റേഡിയസേ വ്യത്യാസമുള്ളൂ. ഇത് ചെറിയ റേഡിയസ്, ഇത് വലിയ റേഡിയസിലായി എന്ന് മാത്രം. ആൻഡ് എ ലൈൻ ഇൻ്റർസെക്റ്റിംഗ് ദം, ഒരു ലൈൻ തന്നിട്ടുണ്ട്. ഇത് അവിടെ കോഡ് രണ്ടിലെയും ചെറിയ സർക്കിളിൻ്റെ ചെറിയ കോഡും വലിയ സർക്കിളിൻ്റെ ഒരു കോഡും തന്നിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് ദ പാർട്സ് ഓഫ് ദ ലൈൻ ബിറ്റ്വീൻ ദ സർക്കിൾസ് ഓൺ ഐദർ സൈഡ് ആർ ഈക്വൽ. ഈ സർക്കിൾസിൻ്റെ ഐദർ സൈഡ്സിൽ വരുന്ന സൈഡ്സ് ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നോക്കാം. നമുക്ക് തന്നിട്ടുള്ള രണ്ട് സർക്കിൾസും ആ ഒരു കോഡും വെച്ചിട്ട് നമ്മളിതുപോലെ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിൽ ചെയ്തതുപോലെ തന്നെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിരിക്കുകയാണ്. കണ്ടില്ലേ? എ എന്ന വലിയ സർക്കിളിൽ ടച്ച് ചെയ്യുന്ന ഭാഗത്തിന് എ എന്നും ബി ഓരോ പോയിൻറ്റ്സ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. എ ബി ആൻഡ് ഒ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഒ ഇ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് എന്താണ്? കോഡിൻ്റെ സെൻറ്റർ പോയിൻറ്റും സർക്കിളിൻ്റെ സെൻറ്റർ, രണ്ട് സർക്കിളിൻ്റെയും സെൻറ്ററും അല്ലേ, അത് തമ്മിൽ വരുന്നതാണ് എന്ത്? ഒ ഇ എന്നുള്ള പെർപെൻഡിക്കുലർ. സി ഡി ആൻഡ് ഒ എന്ന് പറയുന്നത് മിഡ് പോയിൻറ്റ്. അപ്പോൾ ഈ പിക്ചറിൽ നിന്ന് നമുക്ക് കാണുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത്? എ ഡി ആൻഡ് ബി സി, എ ഡിയും ബി സിയും എന്താണ്? കോഡ്സ് ആണ് അല്ലേ? ചെറിയ സർക്കിളിൻ്റെ കോഡാണ് ബി സി, വലിയ സർക്കിളിൻ്റെ കോഡാണ് എ ഡി. ഇതിൽ എന്ത് ചെയ്യുന്നു? ഒ ഇ എന്ന ഈ ലൈൻ ബൈസെക്റ്റ് ചെയ്യുന്നു. ഈ കോഡിനെ എങ്ങനെ ബൈസെക്റ്റ് ചെയ്യുന്നു? പെർപെൻഡിക്കുലർ ആയിട്ട് ബൈസെക്റ്റ് ചെയ്യുന്നു അല്ലേ? ഈക്വൽ ആയിട്ടാണ് ചെയ്യുന്നത്. എ ഡി ആൻഡ് ബി സി പെർപെൻഡിക്കുലർലി ബൈസെക്ട്സ് ദ കോഡ് എ ഡി ആൻഡ് ബി സി. ഓക്കെ, അപ്പോൾ എന്താണ് കിട്ടുന്നത്? പെർപെൻഡിക്കുലർ ആയിട്ടാണ് ബൈസെക്റ്റ് ചെയ്തിരിക്കണതെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പെർപെൻഡിക്കുലർ ആയിട്ട് ബൈസെക്റ്റ് ചെയ്യുമ്പോൾ ആ കോഡിൻ്റെ പ്രത്യേകത എന്താണ്? ഈക്വൽ ആയിട്ട് ഡിവൈഡ്. ഇപ്പോൾ ചെറിയ സർക്കിളിൻ്റെ കാര്യം മാത്രം എടുക്കുകയാണെങ്കിൽ ബി ഇയും ഇ സിയും ഈക്വൽ ആണ് അല്ലേ? അതേപോലെ വലിയ സർക്കിളിൻ്റെ എടുക്കുകയാണെങ്കിലോ എ ഇയും ഇ ഡിയും ഈക്വൽ ആണ്. ശരിയല്ലേ? ബി സി ഈക്വൽ ടു സി ഇ ആൻഡ് എ ഇ ഈക്വൽ ടു ഡി ഇ ആണ്. ഇത് ചെറിയ സർക്കിളിൻ്റെ കാര്യം, ഇത് വലിയ സർക്കിളിൻ്റെ കാര്യമാണ് പറയുന്നത്. ദെൻ എ ഇ മൈനസ് ബി ഇ, എ ഇ മൈനസ് ബി ഇ എന്ന് ചെയ്ത് കഴിഞ്ഞാൽ എ ഇ എന്താണ്? എയിൽ നിന്ന് ബി ഇ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? എ ബി ആണ് കിട്ടുന്നത്. അതേപോലെ ഇ ഡിയിൽ നിന്ന് ഇ സി മൈനസ് ചെയ്താലും എന്താ കിട്ടുക? സി ഡി ആണ് കിട്ടുക. അത് രണ്ടും എന്തുതന്നെയാണ്? ഈക്വൽ ആണ്. കാരണം എന്താ? ഈക്വലായിട്ട് ബൈസെക്റ്റ് ചെയ്ത രണ്ട് ലൈൻസിൽ നിന്ന് ഈക്വൽ പോർഷൻസ് ആണ് മൈനസ് ചെയ്ത് കളയണത് അല്ലേ? ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളിവിടെ ഇ ഡി എന്ന് പറയുന്നത് 5 ആണ് ടോട്ടൽ കേട്ടോ. ഇ ഡി എന്ന് പറയുന്നത് ഇ ഡി ഈക്വൽ ടു 5 ആണ്. ദെൻ എ ഇ ഈക്വൽ ടു 5 ആണെന്ന് വയ്ക്കുക. ഓക്കെ, എ ഇ ഈക്വൽ ടു 5. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ബി ഇ ഈക്വൽ ടു ഇ ഇ സി ഈക്വൽ ടു സി ഈക്വൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ബി ഇ എന്ന് പറയുന്നത് 3യും ഇ സി എന്ന് പറയുന്നതും 3 ആണെങ്കിൽ നോക്കൂ, ഇ ഡിയിൽ നിന്ന് ബി ഇ മൈനസ് ചെയ്താൽ കിട്ടുന്നത് എത്രയാ? 2. അതേപോലെ എയിൽ നിന്ന് ഇ സി മൈനസ് ചെയ്താൽ കിട്ടുന്നത് എന്താ? 2. അതാണ് നമ്മൾ നമ്പേഴ്സ് ഇല്ലാതെ എടുക്കുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ടെന്ന് വെച്ചിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. അപ്പോൾ രണ്ടും ഇ ഡിയും
ബി ഇ ഈക്വൾ ടു സി ഇ ആൻഡ് ഈ എ ഇ ഈക്വൾ ടു ഡി ഇ ആയതുകൊണ്ട് അതിൽ നിന്ന് മൈനസ് ചെയ്താൽ കിട്ടുന്ന ആൻസേഴ്സും എന്ത് തന്നെയാണ്, ഈക്വൽ ആയിരിക്കും. സോ എ ബി ഇസ് ഈക്വൾ ടു സി ഡി. അതാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ട് ഗ്യാപ്പും, ഈ സർക്കിൾസ് തമ്മിലുള്ള രണ്ട് ഗ്യാപ്പും ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. അതാണ് നമ്മളിപ്പോൾ കണ്ടെത്തിയത്. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. Third question, the figure shows two chords drawn on either side of a diameter. What is the length of the other chord? എന്താ പറയുന്നത്, ഒരു സർക്കിളിൽ ഡയമീറ്റർ തന്നിട്ടുണ്ട് കേട്ടോ. ഈ ഡാർക്ക് ബ്ലൂവിൽ കാണിച്ചിട്ടുള്ളതാണ് ഡയമീറ്റർ. ആ ഡയമീറ്ററിൻ്റെ രണ്ട് സൈഡ്സിലേക്കും ഓരോ ആംഗിൾസ് വരച്ചു. കണ്ടോ, ഇവിടെ നിന്ന് ഡയമീറ്ററിൻ്റെ അപ്പർ പോർഷനായിട്ട് ഒരു 30 ഡിഗ്രി വരച്ചു, ലോവർ പോർഷനിലേക്ക് ഒരു 30 ഡിഗ്രി വരച്ചു. അപ്പോൾ ലോവർ പോർഷനിലുള്ള കോഡിന് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അപ്പർ പോർഷനിലുള്ള കോഡ് എത്രയാണെന്നാണ് കണ്ടെത്തേണ്ടത്. എങ്ങനെയാണ് കണ്ടെത്തുക നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ സർക്കിളിൽ തന്നിട്ടുള്ള ആംഗിൾസിനൊക്കെ ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. എ ബി സി ആൻഡ് ഡി എന്ന് പേര് കൊടുത്തു. ഇനി അതിൽ ഈ ഓരോ കോഡ്സിനും പെർപെൻഡിക്കുലർ ആയിട്ട് 90 ഡിഗ്രിയിലുള്ള ഓരോ കോഡ്സ് വരച്ചിരിക്കുകയാണ്. ഇത് അതിന് എന്ത് പേര് കൊടുത്തു, ക്യു ഒ എന്നും പി ഒ എന്നും പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ട്രയാങ്കിൾ ഫോം ചെയ്തില്ലേ, ഇതൊരു ചെറിയ ട്രയാങ്കിളാണ്, ഇതൊരു ചെറിയ ട്രയാങ്കിളാണ്. ഓക്കെ, അപ്പോൾ ഒരു ആംഗിൾ 30 ഡിഗ്രി എന്നും മറ്റൊരു ആംഗിൾ 90 ഡിഗ്രി എന്നും ഉണ്ട്. ബാക്കിയുള്ള ആംഗിൾ നമുക്ക് കണ്ടെത്താലോ. അതേപോലെ ഇവിടെയും 30, 90 ഉണ്ട്, ബാലൻസ് കണ്ടെത്താം. ഇനി എങ്ങനെ ചെയ്യുന്നത്, പി ഒ ഈസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ബി. പി ഒ എന്ന് പറയുന്നത് എന്താണ്, പി ഒ ട്ടോ, ഇത് എന്താണ്, എ ബി എന്ന കോഡിനെ പെർപെൻഡിക്കുലറായിട്ട് ബൈസെക്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒ ക്യു എന്ന ഈ ലൈൻ എന്ന് പറയുന്നത് എ സി എന്ന ലൈനിനെ പെർപെൻഡിക്കുലറായിട്ട് ബൈസെക്റ്റ് ചെയ്യുന്നു അല്ലേ. ദെൻ ഒ എ ക്യു എന്ന ആംഗിൾ, ഒ എ ക്യു എന്ന ആംഗിളും ഒ എ പി എന്ന ആംഗിൾ, അത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുള്ള കാര്യമാണ്, 30 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞല്ലോ, ക്യു എന്ന ആംഗിളും പി എന്ന ആംഗിളും. അപ്പോൾ എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. പെർപെൻഡിക്കുലർ ലൈൻസ് ആയതുകൊണ്ട് അത് 90 ഡിഗ്രിയാണ്. ഇനി മറ്റൊരു ആംഗിൾ നമുക്ക് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി, ആംഗിൾ എ ഒ ക്യു ഈക്വൽ ടു ആംഗിൾ എ ഒ പി എന്തായിരിക്കും, ഈക്വൽ സൈഡ്സ് ആയിരിക്കും അല്ലേ. 30ഉം 90ഉം ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള ആംഗിൾസ്. അപ്പോൾ അതർ സൈഡ് എന്തായിരിക്കും, രണ്ട് ട്രയാങ്കിളിനെയും ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ഒ എന്ന ആംഗിൾ ഇവിടെ എ ഒ ക്യുവും എ ഒ പിയും നോക്കുകയാണെങ്കിൽ ആ ആംഗിൾ ഈക്വൽ ആയിരിക്കും. എത്രയായിരിക്കും വരിക, 90 + 30 എന്ന് പറയുന്നത് എത്രയാണ്, 120 ഡിഗ്രിയാണ്. അപ്പോൾ 180 - 120 ഈക്വൽ ടു 60 ഡിഗ്രിയാണ് രണ്ടിലും കിട്ടുന്നത്. ദെൻ എ ഒ എന്ന് പറയുന്ന ഈ ഭാഗം രണ്ട് ട്രയാങ്കിൾസിനും എന്താണ്, കോമൺ സൈഡാണ് അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ ഒ ക്യു എയും ഒ എ പിയും എന്ത് ട്രയാങ്കിളാണെന്ന് നമുക്ക് പറയാം, ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം അല്ലേ. മൂന്ന് ആംഗിൾസും ഈക്വലായി ഒരു കോമൺ സൈഡും വന്നു. സോ നമുക്കതിന് എന്ത് പറയാം, ഈക്വൽ ആംഗിൾസ് ആണെന്ന് പറയാം. സോ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. സോ എ പി ഈക്വൽ ടു എ ക്യു. അങ്ങനെയാണെങ്കിൽ ആംഗിൾസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, എ പി ഈക്വൽ ടു എ ക്യു ആയിരിക്കും. എ പി ഈക്വൽ ടു ഹാഫ് എ ബി ആണ്. പെർപെൻഡിക്കുലർ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ടു കോഡ് ബൈസെക്ട്സ് ദ കോഡ്. കോഡ് ബൈസെക്റ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താണ്, ഹാഫ് എ ബി ആണ്. എ പി എന്ന് പറയുന്നത് ഹാഫ് എ ബി ആണ്. എ ബിയുടെ ഹാഫാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു കോഡിനെ പെർപെൻഡിക്കുലർ ആയിട്ട് ബൈസെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, ഈക്വലായിട്ട്, ആ കോഡിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണു എന്നാണ് അർത്ഥം. അപ്പോൾ എ ബിയുടെ ഹാഫാണ് എ പി. അതുപോലെ തന്നെ എ സിയുടെ ഹാഫാണ് എ ക്യു. ഓക്കെ, ദെൻ ഹാഫ് എ ബി ഈക്വൽ ടു ഹാഫ് എ സി. എ ബി ഈക്വൽ ടു, അപ്പോൾ ഹാഫ് എ ബി ഈക്വൽ ടു ഹാഫ് എ സി ആണെങ്കിൽ അതിനർത്ഥം എ ബി ഈക്വൽ ടു എ സി ആണെന്നല്ല അല്ലേ. എ ബി ഈക്വൽ ടു എ സി. സോ ലെങ്ത് ഓഫ് എ സി ഈക്വൽ ടു, അങ്ങനെയാണെങ്കിൽ ഈ ലൈനും ഈ ലൈനിൻ്റെ ഈക്വൽ ആയിട്ടാണ് അപ്പോൾ നമുക്കെല്ലാം കിട്ടുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താ, എ ബി 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എ സിയും എന്തുതന്നെയാണ്, 3 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് അതായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ആൻസറിലേക്ക് എത്തേണ്ടത് എന്നുള്ള ഒരു മെത്തേഡ് ആദ്യം കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ആൻസേഴ്സ് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിലിപ്പോൾ ചെയ്തത്
നമ്മളിപ്പോൾ ഈ ചെയ്തതിൽ എല്ലാത്തിലും എന്തുതന്നെയാണ് ചെയ്തിട്ടുള്ളത്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ചിലതിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ തന്നിട്ടുണ്ട്, ബാക്കിയുള്ളത് സോൾവ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ട്രയാങ്കിളായിട്ട് ഫോം ചെയ്തു. പെർപെൻഡിക്കുലർ ബൈസെക്ടർ തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്തു? നമ്മൾ ആ കോഡിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ബൈസെക്ടർ വരച്ചിട്ടാണ് സൊല്യൂഷൻ കണ്ടെത്തുന്നത്. ഓക്കെ.